കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഞാൻ നിങ്ങൾക്കൊരു ഭാരമാണെങ്കിൽ പറഞ്ഞു അമ്മേ. എന്റെ മകനെയും കൂട്ടിക്കൊണ്ട് ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. എന്താ ഇപ്പൊ പറഞ്ഞത്? എന്റെ മുഖത്ത് നോക്കിയെന്ന് പറഞ്ഞേ. ഞാനങ്ങനെ പറയില്ല എന്നുള്ള ധൈര്യമല്ലേ അമ്മയ്ക്ക്? ഞങ്ങളെ തള്ളി പറയില്ല എന്നുള്ള വിശ്വാസം. ഞാൻ ഇതുവരെ നിങ്ങളെ തള്ളി പറഞ്ഞിട്ടില്ല അമ്മേ. പക്ഷെ കല്യാണക്കാര്യം മാത്രം പറയരുത്. എനിക്കിപ്പോ ഉള്ള സന്തോഷം മതി. ഇനിയും പുതിയ ബന്ധങ്ങൾ, പുതിയ പ്രശ്നങ്ങൾ ഒന്നും എനിക്ക് വേണ്ട. കഴിഞ്ഞ ബന്ധം നിന്നെ വേദനിപ്പിച്ചു എന്ന് കരുതി ഇനി വരുന്നതിനെ പേടിക്കേണ്ട കാര്യമുണ്ടോ? ഞാനിപ്പോ പേടിക്കല്ല അമ്മേ. നിങ്ങളെയും അച്ഛനെയും ഉണ്ണിനെയും ഒക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം എനിക്കുണ്ട്. ഞങ്ങൾ നിന്റെ ഉത്തരവാദിത്വം അല്ല വസു. നീ ഞങ്ങളെ നോക്കേണ്ട കാര്യമില്ല. നീ വന്നു കയറി ഈ വീടിപ്പോ നിന്റെ സ്വന്തം വീട് തന്നെയാ. അതുപോലെ തന്നെ ഈ സ്വന്തം വീട്ടിൽ നിന്ന് നീ മറ്റൊരിടത്തേക്ക് പോണം. അവിടെ നീ സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോ എനിക്കെന്താ ഇവിടെ സന്തോഷം ഇല്ലെന്നാണോ അമ്മ? ഈ വെളിച്ചത്തിൽ നിന്നും എന്നെ ഒഴിവാക്കാൻ നോക്കുന്നത് എന്തിനാ? ഇത് വിളക്കിലെ വെളിച്ചം പോലെയാ വസു. വിളക്കിൽ എണ്ണ തീരുന്നത് വരെ പ്രകാശം ഉണ്ടാകൂ. നിന്റെ അച്ഛനും ഞാനും അണയാൻ പോകുന്ന വിളക്കുകളാ. ഞങ്ങളില്ലാതായാൽ നിന്റെ ജീവിതം തന്നെ ഇരുട്ടിലാകും. നിന്റെ ജീവിതത്തിൽ ഇനി ഉണ്ടാവേണ്ടത് ഒരിക്കലും അണയാത്ത വെളിച്ചോ. ദൈവത്തെ പോലെ നിന്നെ സംരക്ഷിക്കാനാവണം. നമ്മൾ ദൈവത്തിന്റെ മുന്നിൽ വെക്കുന്നതും വിളക്ക് തന്നെയല്ലേ അമ്മ? അല്ലാതെ ഒരു സൂര്യനോ ചന്ദ്രനോ നക്ഷത്രങ്ങളോ വന്ന് വെളിച്ചം തരുന്നതല്ല. ഇതാണ് യാഥാർത്ഥ്യം. ഇപ്പൊ ഉള്ള സന്തോഷത്തെക്കാൾ കൂടുതൽ എന്തെങ്കിലും അത്ഭുതം നടക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ലമ്മേ. ജീവിതം എന്ന് പറയുന്നത് തന്നെ നാളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാ വസു. ആഗ്രഹവും പ്രതീക്ഷയൊന്നുമില്ലാത്ത ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. നിനക്ക് നല്ലതേ വരൂന്ന് എനിക്കും നിന്റെ അച്ഛനും നല്ല ഉറപ്പുണ്ട്. വസു, ഞങ്ങൾക്കൊരവസരം തന്നൂടെ മോളെ? ഞാൻ നന്നായിരിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്നും ചെയ്യാതിരിക്കാമേ. എന്നുവെച്ചാ ഞങ്ങളെ നിനക്ക് വിശ്വാസമില്ലേ വസു? ഞങ്ങൾ ഒരു തവണ ചെയ്ത തെറ്റ് വീണ്ടും ആവർത്തിക്കുന്നു വെച്ചിട്ടാ? ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചു പറഞ്ഞതല്ല. ഉണ്ണി ഉണർന്നെന്ന് തോന്നുന്നു അമ്മ. ഞാൻ അങ്ങോട്ട് പോട്ടെ. വസു, ഏയ് അനു, കീർത്തി, എന്താ ഇത്? എന്തിനാ രണ്ടുപേരും വഴക്കൂടുന്ന? ഇത് കണ്ടോ ഡാഡി? അനു എന്റെ തലമുടിയെ പിടിച്ച് വലിക്കുന്നു. എനിക്ക് വേദനിക്കുന്നു. എന്താ മോളെ ഇത്? ഇങ്ങനെ ചെയ്യുന്ന തെറ്റല്ലേ? അവളുടെ തലയിൽ നിറച്ച് പേനുണ്ട് ഡാഡി. ശരിയാണോ കീർത്തി? അങ്ങനെയൊന്നുമില്ല. അവള് ഡാഡിയോട് കള്ളം പറയുവാ. ഇവളാ കള്ളം പറയുന്ന ഡാഡി. അവളുടെ തലയിൽ നിറച്ച് പേനുണ്ട്, നോക്കിയേ. എവിടെ എന്റെ തലയിൽ പേനിരിക്കുന്നേ? ഇല്ല, നിന്റെ തലയിലാ പേനുള്ളത്. അല്ല, നിന്റെ തലയിലാ ഉള്ള. നിന്റെ തലയിലാ ഉള്ളത്. അല്ല, നിന്റെ തലയിലാ ഉള്ള. ഞാൻ കാണിച്ചു തരാം, നീ നോക്ക്. ഞാൻ കാണിച്ചു തരാം, നോക്കോ. നല്ല കുട്ടികൾ ആരെങ്കിലും ഇതുപോലെ വഴക്കൂടുവോ? ഞാൻ ഗുഡാ ഡാഡി, അവള് ബാഡാ. നീയാ ബാഡ്, ഞാൻ ഗുഡ് തന്നെയാ. നീയാ ബാഡ്. ഇല്ല, ഞാൻ ഗുഡ്. ഞാനാ ഗുഡ്. സ്റ്റോപ്പ്. ഓക്കേ 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 ഓക്കേ, നിങ്ങൾ രണ്ടുപേരും നല്ല കുട്ടികളാ. ഓക്കേ അല്ലേ? അയ്യോ, രണ്ടുപേരും മുടി ആകെ അലങ്കോലായിരിക്കുന്നല്ലോ. വാ, അച്ഛൻ കെട്ടിത്തരാം. ആദ്യം എനിക്ക് ചെയ്തു ഡാഡി. നിനക്ക് മുടി ചെയ്തരാം. ഡാഡി എനിക്ക്
പ്ലീസ് ഡാഡി. ഓക്കേ ഓക്കേ ഓക്കേ. അയ്യോ ഡാഡി, എനിക്ക് വേദനിക്കുന്നു. പതിയെ ചെയ്യ്. സോറി 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 സോറി. അയ്യോ പതിയെ ഡാഡി, എനിക്ക് വേദനിക്കുന്നു. ഓ സോറി സോറിടാ. ഇങ്ങോട്ട് തന്നേക്ക് അബി, ഞാൻ ചെയ്തോളാം. സാരമില്ല ചേച്ചി, എന്റെ കുട്ടികളെ ഒരുക്കി വിടാൻ എനിക്കറിയാം. അയ്യോ പതിയെ ചെയ്ത് ഡാഡി, എനിക്ക് വേദനിക്കുന്നു. സോറി മോളെ. തലയിൽ എണ്ണ തേച്ച് ചീകിയാൽ ഇങ്ങനെ വേദനിക്കില്ല. ഞാൻ ചെയ്തോളാം അബി. ഡാഡി, വല്യമ്മ ചീകി തരാന്ന് പറഞ്ഞതല്ലേ, വീട് പ്ലീസ്. അതെ ഡാഡി, ഡാഡിക്ക് തല ചീകാനേ അറിയില്ല. വല്യമ്മ നമുക്ക് ചീകിത്തരും. വാ, രണ്ടുപേർക്ക് ഞാൻ ചീകിത്തരാം. പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത് ബി. ഞാൻ അമ്മയായതുകൊണ്ട് തന്നെ നിന്നെ മനസ്സിലാക്കിയിട്ടാ സംസാരിക്കുന്നത്. പെൺകുട്ടികൾക്ക് ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ അമ്മയുടെ ആവശ്യം തീർച്ചയായിട്ടും ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും അച്ഛനോട് പറയാൻ കഴിയില്ല. എല്ലാ ജോലികളും അച്ഛന് ചെയ്യാനും കഴിയില്ല. നിനക്കൊരു ഭാര്യയുടെ ആവശ്യമില്ലായിരിക്കാം, എന്നാൽ കുട്ടികൾക്കൊരമ്മയുടെ ആവശ്യമുണ്ട്. നീ ആലോചിക്ക ബി. ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ സുശീല, വസു കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന്. ആവശ്യമില്ലാതെ നമ്മൾ അവളെ വിഷമിപ്പിച്ചെന്ന് കരുതുവോ? വസു ഇപ്പൊ ഇത്തിരി വിഷമിച്ചാലും പിന്നീട് അവൾക്ക് നല്ല സന്തോഷമായിക്കോളും. ആദ്യ കല്യാണത്തിൽ തന്നെ മനസ്സ് തകർന്നില്ലേ? പതുക്കെ പതുക്കെ പറഞ്ഞ് എങ്ങനെയെങ്കിലും വസുവിനെ മറ്റൊരു കല്യാണത്തിന് സമ്മതിപ്പിക്കണം. അതിനു മുമ്പ് അവൾക്ക് പറ്റിയ നല്ലൊരു ബന്ധം കണ്ടുപിടിക്കുന്നേ. ശരി സുശീല, നാളെ തന്നെ ഞാൻ ആ ബ്രോക്കറിനെ കണ്ട് സംസാരിക്കാം. നീ നേരത്തെ കിടന്നതല്ലേ ഉണ്ണി? ഇതുവരെ നീ ഉറങ്ങിയില്ലായിരുന്നോ? രാത്രി അമ്മയുടെ കഥ കേൾക്കാതെ ഞാൻ എങ്ങനെ ഉറങ്ങും അമ്മേ? ശരി. പണ്ട് പണ്ടൊരു രാജ്യത്തില് സുന്ദരനായ ഒരു രാജകുമാരൻ ഉണ്ടായിരുന്നു. രാജകുമാരന്റെ പേര് ഉണ്ണിന്നല്ലേ? അത് നിനക്ക് എങ്ങനെ അറിയാം? അമ്മ പറയുന്ന കഥയിലൊക്കെ എപ്പോഴും ഞാൻ തന്നെയല്ലേ ഹീറോ? ആ രാജകുമാരന് ഭംഗിയുള്ള ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു. നമ്മുടെ നഴ്സറി പോലാണോ അമ്മേ? ആ പൂന്തോട്ടത്തില് നല്ല നല്ല പൂക്കളൊക്കെ ഉണ്ടായിരുന്നു. പല പല തരത്തിലുള്ള ഫ്രൂട്ട്സും ഉണ്ടായിരുന്നു. അവിടെ ഒരുപാട് കിളികളൊക്കെ ഉണ്ടായിരുന്നു. മുയൽക്കുട്ടി, മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. നമ്മുടെ ഹീറോ എല്ലാ ദിവസവും അവരുടെ കൂടെയാ കളിക്കാറ്. Dear Dad, how are you? I miss you. എനിക്കൊരു ബാസ്കറ്റ്ബോൾ വേണം ഡാഡ്. യോഴ്സ് ലവിംഗ്ലി, ഉണ്ണി. നീ പോസ്റ്റ് ചെയ്യാത്ത കത്തുകൾക്ക് നിന്റെ അച്ഛന്റെ മറുപടി കിട്ടില്ല മോനെ. നീ എത്ര കാത്തിരുന്നാലും നിന്റെ അച്ഛൻ നിന്റെ അടുത്തേക്ക് ഒരിക്കലും വരില്ല. അത്രമാത്രം അദ്ദേഹത്തിന് നമ്മുടെ ഇടയിൽ ഒരു അകൽച്ച വന്നു. ആ അകൽച്ച ഒരിക്കലും മാറാൻ പോകുന്നില്ല മോനെ. നന്നായിട്ട് ചെയ്യി കൊടുക്ക വല്യമ്മേ. ഇവളുടെ തലയിലുള്ള പേനൊക്കെ എടുത്തേക്ക്, അല്ലെങ്കിൽ ഞാൻ ഉറങ്ങുമ്പോ എല്ലാം എന്റെ തലയിൽ കയറിയാലോ. ആദ്യം ഇവൾക്ക് ചീകി കൊടുക്ക വല്യമ്മേ. ഇവളുടെ തലയിലാ നിറച്ചു പേനുള്ളത്. അല്ല നിന്റെ തലയിലാ. അല്ല നിന്റെ തലയിലാ ഇരിക്കുന്നേ. അല്ല നിന്റെ തലയിലാ ഉള്ളത്. മതി മതി മതി, രണ്ടുപേരും കുറച്ചേരം ഒന്ന് മിണ്ടാതിരിക്കോ? നിങ്ങൾ രണ്ടുപേരും വഴക്കുണ്ടാക്കാതിരുന്ന 5 മിനിറ്റ് കൊണ്ട് തല ചീക്കി തരാം. ഇവളുടെ തല മൊത്തം ചീകി പേനെല്ലാം എടുക്കുന്നേന് 10 മിനിറ്റ് വേണ്ടി വരും വല്യമ്മേ. എന്റെ മോളെ ഒന്ന് മിണ്ടാതിരിക്കേ.
വെറുതെ ഇവളെ ദേഷ്യം പിടിപ്പിക്കല്ലേ. അങ്ങനെ പറയും വല്യമ്മ, ഇവൾക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുവാ. മാഡം, മാഡത്തിനാ ഫോൺ. ഹലോ ഹലോ വിനയ്, സുഖാണോടാ? നിധി എങ്ങനെ ഇരിക്കുന്നു? എന്താ നാളെ എല്ലാരും പിക്നിക്കിന് പോകുന്നോ? നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞായിരുന്നോ? ഒന്ന് ഹോൾഡ് ചെയ്യ്, ഞാൻ ഫോൺ അച്ഛന് കൊടുക്കാം. എന്നെ നോക്കിയാണോ നീ ഭ്രാന്തിന്ന് വിളിക്കുന്നേ? ഇപ്പൊ നിന്നെ ഭ്രാന്തിയാക്കി കാണിച്ചു തരാം, നോയിക്കോ. എന്റെ തലമുടിയെ പിരിച്ചോ നീ? നിന്നെ എന്ത് ചെയ്യണോന്ന് എനിക്കറിയാം. നീയൊക്കെ പിള്ളേരാണോ പിശാചുക്കളാണോ? കാണാൻ ഇത്രയല്ലേ ഉള്ളൂ, എന്തൊക്കെയാ കാണിക്കുന്നത്? മര്യാദക്ക് വഴക്ക് കൂടാതെ ഇരുന്നോണം, അല്ലെങ്കിൽ ഇപ്പൊ അടി വാങ്ങിക്കും, പറഞ്ഞേക്കാം. ബോബി, എത്ര ധൈര്യമുണ്ട് എന്റെ മക്കളെ വഴക്ക് പറഞ്ഞ് അവർക്ക് നേരെ കയ്യോങ്ങാൻ? അല്ല സാർ, ഞാൻ രണ്ടുപേരും തമ്മിൽ അടികൂടായിരുന്നു, അതാ ഞാൻ. കുട്ടികളായാൽ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ചെയ്യും, അതിന് നിങ്ങൾ അവരോട് ഇങ്ങനെയൊക്കെയാണോ പെരുമാറുന്നത്? എന്റെ മക്കളുടെ നേരെ കയ്യോങ്ങാനും വഴക്ക് പറയാനും നിങ്ങൾ ആരാ? ഇനി ഒരിക്കൽ കൂടി ഇങ്ങനെ സംഭവിച്ചാൽ ഞാൻ ആരാണ് നിങ്ങൾ മനസ്സിലാക്കും. എന്നോട് ക്ഷമിക്കണം സാർ. ബോബി, നീ പുറത്തേക്ക് പോ. ശരി മാഡം. അങ്കിള് നമ്മളെ ഇനിയും അടിക്കോ ഡാഡി? ഞങ്ങളെ ആങ്ങളെ അടിക്കോ ഡാഡി? വല്ലാതെ പേടിയാവുന്നു ഡാഡി. ഞാനുള്ളപ്പോ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല മക്കളെ. ഇനി നിങ്ങൾ ആരും അടിക്കയില്ല, വഴക്ക് പറയില്ല. ഓക്കെ ഓക്കെ ഡാഡി. കീർത്തി, അനു ഇങ്ങ് വന്നേ. അതൊന്നും വേണ്ട ചേച്ചി. എന്റെ മക്കളെ നിങ്ങളൊക്കെ സ്നേഹിച്ചിടത്തോളം മതി. എന്റെ കുട്ടികളെ നോക്കാൻ എനിക്കറിയാം. ഇപ്പൊ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇനി എന്ത് സംഭവിക്കാനാമേ? കുട്ടികളുടെ മുടി കെട്ടി കൊടുക്കാൻ തന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ജോലിക്കാരൻ്റെ അടുത്ത് ആക്കിയിട്ടാണോ പോകുന്നത്? അവരെ കൊണ്ട് കുട്ടികളെ വഴക്ക് പറയിപ്പിക്കാണോ, ഭയപ്പെടുത്തുകയാണോ? ഞാൻ ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു അബി. ഹോസ്റ്റലിൽ നിന്ന് വിനയും നിധിയും വിളിച്ചിരുന്നു. ഞാൻ ഫോൺ നിന്റെ ചേട്ടന് കൊടുക്കാൻ പോയതാ. അപ്പോ നിന്റെ മക്കള് ഫോൺ വിളിച്ചപ്പോ നീ അവന്റെ മക്കൾ ഇവിടെ കളഞ്ഞിട്ടങ്ങ് പോയല്ലേ? അങ്ങനെ അല്ല ഇളയമ്മേ. അങ്ങനെ തന്നെയാ ബി. എല്ലാവർക്കും അവരവരെ മക്കളാ വലുത്. സ്വന്തം മക്കളെ വിട്ടിട്ട് ആരേലും മറ്റുള്ളവരുടെ മക്കളെ നോക്കുവോ? ഒന്നും മതിയാക്ക്. സ്വന്തം മക്കളുടെ കാര്യം ഒരു രീതിയിലും അഭിയുടെ മക്കളുടെ കാര്യം വേറൊരു രീതിയിലും ഭാവനി ഒരിക്കലും കണ്ടിട്ടേ ഇല്ല. ഭാവനി അങ്ങനെ പക്ഷപാതം കാണിച്ചിട്ടുമില്ല. ഞാനൊരു അമ്മയല്ലേ ഇളയമ്മേ? അമ്മയ്ക്ക് മക്കളെല്ലാം ഒരുപോലെ അല്ലേ? എനിക്ക് കുഞ്ഞുങ്ങളൊന്നുമില്ലല്ലോ മോളെ. കല്യാണം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ തന്നെ വിധവയാവാനായിരുന്നു എന്റെ യോഗം. ഇക്കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു മോളെ. അപ്പോഴേ ഒരു കല്യാണം കഴിപ്പിച്ചിരുന്നെങ്കിൽ ഞാനും ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയാണ്. അഭി, ഇനി ഒരിക്കലും ഇങ്ങനെ ഉണ്ടാവില്ല. കുട്ടികളെ അവളുടെ കൂടെ തന്നെ വിട്ടേക്ക്. അതൊന്നും വേണ്ടാമേ. എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ ആരുടെ അടുത്തും വിടുന്നില്ല. ഇവരെന്റെ അടുത്ത് തന്നെ ഇരുന്നാൽ മതി. ഞാൻ നോക്കിക്കോളാം ഇവരെ. ഒരു പക്ഷെ ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് നിങ്ങൾക്ക് ഇവരെ ശ്രദ്ധിക്കാൻ കഴിയാതെ വന്നാൽ ഇവരെ അവരുടെ റൂമിനകത്ത് വിട്ടിരുന്നാൽ മതി. ദയവേത് ഇവരെ ജോലിക്കാരെ ഏൽപ്പിക്കരുത്.
പേടിപ്പിച്ചു കളഞ്ഞല്ലോ. ഒന്ന് പോയേ. ഇത്ര രാവിലെ തന്നെ ഫോണിൽ എന്താടാ പരിപാടി? അതിനിപ്പോ നിങ്ങക്കെന്താ? അത് ശരി. അപ്പൊ ആർക്കും എന്നെ വേണ്ട, ഞാനൊന്നും ചോദിക്കാനും പാടില്ല. ആഹാ, കോഫിയാണോ കുടിക്കുന്നേ? ബോബി, അമ്മായിക്ക് ഒരു കോഫി കൊടുക്ക, ഇല്ലെങ്കിൽ എന്റെ കോഫിയിൽ കണ്ണുവിടും. അഖിൽ, ആരതി എടുക്ക്. ഇളമേ ആരതി എടുക്ക്. എന്റെ ജീവിതമേ ഒരു കർപ്പൂരാരതി പോലെയാ. ആരതി എടുത്തിട്ട് ഞാൻ ഇനി എന്ത് ചെയ്യാനാ? ഒരാരതിക്ക് മറ്റൊരാരതി എടുക്കാം അമ്മായി, തൊഴുതോളൂ. മാഡം, ഞാനും എടുത്തോട്ടെ. അനിയ, നിന്നെ സാറ് വിളിക്കുന്നുണ്ട്. ആ, അതാ വരുന്നു. അയ്യേ, ആ പേര് വിളിക്കലടാ. ആ പേരും ഇയാളും തമ്മിൽ ഒരു ബന്ധവുമില്ല. മാഡം, നിങ്ങളുടെ പേരിനും നിങ്ങൾക്കും ഒരു സാമ്യമില്ലെന്ന് ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്തേ? ദേ വരുന്നു സാർ. ഒന്നുകിൽ ഇയാളെ പേര് മാറ്റ്, അല്ലെങ്കിൽ ജോലിന്ന് മാറ്റ്. ഇത്രയും പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു മാറ്റമില്ലല്ലോ. അബി, ആരതി എടുക്ക്. താങ്ക് യു ചേച്ചി. ഏട്ടാ, ആരതി എടുക്ക്. നിക്ക് ഒരു മിനിറ്റ്. ആരതി എടുക്കാൻ വേണ്ടിയെങ്കിലും ആ കണക്കൊന്ന് കുറച്ചു നേരം മാറ്റി വെച്ചൂടെ? ആരതിക്ക് വേണ്ടി കണക്കെറുതിയാ ഇവര് ചിലപ്പോ എനിക്ക് ആരതി ഒഴിയും. എപ്പ നോക്കിയാലും കണക്കെന്ന് പറഞ്ഞിരുന്നോ? അയച്ചല്ലോ. താങ്ക് യു ഡാഡി. അമ്മേ, ആരതി എടുക്ക. ഗുഡ് മോർണിംഗ് ചേട്ടാ. എന്താടാ, അമ്മായിയെ കളിയാക്കലൊക്കെ കഴിഞ്ഞു നിനക്ക്? മൂർത്തി സാറിന് നഴ്സറിയിലേക്ക് പോയിട്ട് നമ്മൾ കൊടുത്ത അഡ്വാൻസ് എമൗണ്ട് ഇങ്ങ് തിരികെ വാങ്ങിയിട്ട് വാ. എന്തിന്?
വാടിയ പൂക്കളാണ് ഇവന്റിന് വേണ്ടി അവർ അയച്ചിരുന്നതെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? വാടിപ്പോയ പൂവിന് നമ്മൾ എന്തിനാ കാശ് കൊടുക്കണം? കൊടുത്ത അഡ്വാൻസ് തിരികെ വാങ്ങിയാന്നേ. പണമൊന്നും ചോദിക്കണ്ട. അടുത്ത പ്രാവശ്യം അവർ ഇതുപോലെ വാടിപ്പോയ ബൊക്കെയാണ് അയക്കുന്നെങ്കിൽ നമ്മൾ അവരുമായിട്ടുള്ള ഫ്ലവേഴ്സ് കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യുന്നു പറഞ്ഞേക്ക്.